തുടങ്ങിയെന്നാ തോന്നണം. ഏതായാലും നാറി വരണത് വരട്ടെ. എന്ത് ചെയ്യണം? അങ്ങനെ വല്ലതും പറഞ്ഞോ? ഞാൻ മീശം ചേർത്തൊന്ന് കൊന്നാണ്ട്. ഇത് എത്ര നേരം ഇങ്ങനെ കിടന്ന് തുള്ളണാവോ? മന്ത്രം ചെയ്യാൻ പോയി കുഞ്ഞിക്കാതറിനും കാണാനില്ലല്ലോ. കുഞ്ഞിക്കാതർ എന്തിനാ അങ്ങനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? തലയിലെടുത്തെന്ന് വിചാരിച്ചാൽ മതി. ഓരോരുത്തർക്ക് പടച്ചോൻ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മൂപ്പർക്ക് തുള്ളാനാ വിധി. വേലായുധം കുട്ടി പറഞ്ഞയച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മണിക്കുട്ടിയെ സ്വന്തമായി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഫലമില്ലാന്ന് അവൻ പറയുന്നത്. ഞാൻ എന്താണ് അവനോട് പറയേണ്ടത്? അവളെ കിട്ടുമെന്ന് പറ. ഞാൻ പറഞ്ഞു എന്ന് പറ. ഞമ്മക്കത് മതി. മേനോന്റെ തുള്ളൽ ഞാൻ ഇപ്പൊ നിർത്തും. മതി. യാ സത്താർ യാ മത്താർ യാ ഹൂദ്. അവിടുന്ന് എന്താണാവോ പറഞ്ഞത്? ഇതിലേക്കൊന്ന് ഊതാൻ. ഇതെന്താ? ഉറുക്ക്. മുറുക്ക? ഉറുക്ക്. എന്തിനത്? ഇതാർക്കാണോ അവരുടെ അരയിൽ കെട്ടുക. ഉദ്ദേശിച്ച സംഗതി നടക്കും, അവനെ മറക്കും. ഇതൊന്ന് പിടിച്ചേ. ഓ, മറക്കണേ എന്റെ ഭഗവാനെ. അവന്റെ ശല്യം ഇതോടെ തീർന്നു കിട്ടണേ. ഓ ഭഗവാനെ. உன்னை பார்க்கும்போதெல்லாம் எனக்கு தர்மலிங்கத்தை தான் ஞாபகம் வர்றது. ஏது தர்மலிங்கம்? உன்னை அப்பா. ஓ, தர்மலிங்கம் ஏ அப்பா? ஆமா. அவரு இப்ப இருந்திருந்தா எவ்வளவு சந்தோஷப்படும் தெரியுமா? ஆமா. சிவகாமி பார்க்க எப்படி இருப்பாங்க? அம்மா எന്റെ തനി ചായയായിരുന്നു. சிகப்பா? ஆமா. பாவம். പാവം. சாப்பிடுங்க. മതി മതി മതി. അയ്യോ മതി. பரவாயில்ல பரவாயில்ல. சாப்பிடுங்கண்ணா. വയറ് പറഞ്ഞു. അതാ சாப்பிடு. எனக்கு தெரியும் உங்களுக்கு என்ன பிடிக்கல. അയ്യേ, അങ്ങനെ ആരാ ചൊല്ലിയത്? பின்ன நானே சாம்பார் சமைச்சேன், நானே கஷ்டப்பட்டு மாவாட்டி இட்லி செஞ்சேன், நீங்க சாப்பிடவே இல்லை. അതെല്ലാം നന്നായിട്ടുണ്ടായിരുന്നോല്ലേ? അന കഴിക്കാൻ പറ്റണ്ടേ? ஏன் முடியல? പശിക്കലേ. എനിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാ. சுகமில்லையா? என்ன ஜுரமா? வெயில்ல வாடக்கூடாதுன்னு எத்தனை தரம் சொல்லியிருப்பேன். அப்பா இவருக்கு உடம்பு சரியில்லையா? அப்படியானா நீ இன்னைக்கு வர வேண்டாம். இங்க படுத்து ரெஸ்ட் எடு. ஆமா, நான் நல்லா பாத்துக்குவேன். ഇങ്ക പടത്തിന്റെ റെസ്റ്റ് എടുത്താൽ എന്റെ അസുഖം കൂടും. ഞാൻ കടയിലേക്ക് പറയാൻ. நான் சொல்றதை கேளு. இங்க படுத்து ரெஸ்ட் எடு. വേണ്ട, ഞാൻ കടയിലേക്ക് വരുവേൻ. அப்படின்னா ஓகே. അനന്തോലി, എന്റെ ഉടമ്പിന് ഒരു കുഴപ്പമില്ല. അസുഖം മനസ്സിനാ. என்னாச்சு மனசுக்கு? മനസ്സക്ക് ഓരോന്ന് ആലോചിക്കുമ്പോ ഒരു സമാധാനമില്ല. தரிசனத்துக்கு 4 டூரிஸ்ட் பஸ் வந்திருக்கு. நான் போய் கொஞ்சம் பேரை கேன்வாஸ் பண்ணி வர்றேன். എത്ര പേരെ വേണേലും കൊണ്ടുവന്നോ, ഞാൻ ഇരിക്കല്ലേ. അങ്ങ് நீ வந்ததுக்கு அப்புறம் என் மனசுக்கு ரொம்ப சந்தோஷம். എനിക്കും അങ്ങനെ തന്നെയാ. எல்லாமே என் ஆனந்தவல்லியோட அதிர்ஷ்டம். உண்மையிலே அவ எவ்வளவு ஆசை வச்சிருக்கே தெரியுமா? ഞാനൊരു ദുഷ്ടനല്ലേ? എന്ന് ആരാ പറഞ്ഞേ? എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ. ആരെങ്ങനെ പെരുമാറിയാലും അതിനൊക്കെ എന്തെങ്കിലും കാരണമില്ലാതിരിക്കുവോ? അത് നേരാ നീ പറഞ്ഞത്. ദൈവം തമ്പുരാന്റെ മുന്നിലായാൽ പോലും തോറ്റു കൊടുക്കാൻ ശങ്കരൻകുട്ടിമേനാവില്ല. അമ്മിണിയെ നല്ലൊരുത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണം. എനിക്കത് ചെയ്തേ പറ്റൂ. അടുത്ത ആഴ്ച ഞാനൊരു സ്ഥലം വരെ പോവാ. അവൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. നീ പേടിക്കണ്ട. പഴയതുപോലെ ഇത് കലങ്ങാനൊന്നും പോണില്ല. ഇതിനിടത്തട്ടുകാരോ ബ്രോക്കർമാരോ ഇല്ല. ഒരാളെ ഇതിന്റെ മുമ്പിലുള്ളൂ. കളരിക്കൽ കിഴുക്കാന്തൊടിയിൽ ശങ്കരൻകുട്ടി മേനോൻ. ശങ്കരൻകുട്ടി മേനോൻ എപ്പോഴെങ്കിലും തോറ്റിട്ടുണ്ടോ? ഇല്ല. അതൊന്നും മുഖത്തോക്കി പറഞ്ഞേ. ഇല്ല. ആ, അതാ പറഞ്ഞത്. ഇത് നടക്കും. എന്നിട്ടൊരു 5 കൊല്ലം കഴിയട്ടെ. അച്ഛൻ ചെയ്തു തന്ന ഉപകാരത്തിന്
അന്ന് എൻ്റെ മോൾ എന്നോട് നന്ദി പറയും. നീയും. അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ അത് നടക്കും, തീർച്ച. അമ്മിണിയും വേലായുധൻകുട്ടിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയുന്നത് പോലെ ലോകത്ത് ആർക്കും അറിയില്ല. ഇതിനൊരു തീരുമാനം ഇന്ന് തന്നെ എടുക്കണം. തീരുമാനം എടുത്തു കഴിഞ്ഞു. നാളെ കാലത്ത് 6 മണിക്ക് പഴനിക്ക് ഒരു ബസ് ഉണ്ട്. അതിന് 2 ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് അമ്മിണിക്കുട്ടിക്കും ഒന്ന് കുഞ്ഞിക്കാദർ. ടിക്കറ്റ് ഇപ്പൊ ആര് പോയാലും കിട്ടും. പക്ഷേ അമ്മിണിക്കുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കണല്ലോ. കണ്ടു കഴിഞ്ഞു പോലെ. ചെകുത്താന്റെ ബുദ്ധിയല്ലേ പടച്ചോ ഞമ്മക്ക് തന്നത്. അതാ നോക്കി. ശരി. അല്ല, ഇതാര് വാസുവോ? എന്താത്ര സംശയം? ഇപ്പോഴാണ് മീശയില്ല വാസു മീശയുള്ള വാസു ആയത്. ഓ കാല് മാറി. തലയിൽ വെളിച്ചം കയറാൻ ഇത്ര സമയം വേണ്ടി വന്നു. എന്നോടൊന്നും തോന്നരുത്. ഈ കണക്കിന് ആ ശങ്കരൻകുട്ടി വേണ്ട തലയിൽ ഇത്തിരി വെളിച്ചം കയറ്റി കൂടെ? അതെ, അതോടെ ഈ പ്രശ്നം തീരല്ലോ. അത് നടക്കുമെന്ന് തോന്നില്ല. അതൊരു പ്രത്യേകതരം തലയാണ്. അപ്പോഴേ കാർ റെഡി. ആ, അപ്പൊ കാർ എടുത്ത് നമ്മൾ മേനോന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ സമയം വാസു അമ്മിണിക്കുട്ടിയെ പുറത്തിറക്കും. അതെ. അമ്മിണിയെ കാർ കയറ്റി കുറച്ച് തള്ളിക്കൊണ്ടുപോയ ശേഷം വേണം കാർ സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ മേനോൻ ശബ്ദം കേൾക്കും. കറക്റ്റ്. 6 മണിയുടെ ബസ്സിന് കുഞ്ഞിക്കാതറും അമ്മണിയും പഴനിയിലേക്ക് പുറപ്പെട്ടതിന് ശേഷമേ നങ്ങേലമ്മ മേനോനെ ഉണർത്തു. ഇന്നാ മോളെ, മോള് വേഗം പൊയ്ക്കോ. വേഗം വാ. അവരെന്താ കാണാത്ത? ഒന്ന് ഹോൺ അടിച്ചാലോ? പക്ഷെ മണ്ടത്തരം കാണിക്കല്ലേ. ഓണടിച്ച മേനോൻ കേൾക്കൂലെന്ന്. വെറുതെ വിവരക്കൂടെ ഓരോന്ന് പറയാണ്ട്. അല്ലെങ്കിൽ ഉല്ലാസയാത്ര പോയിട്ടാണ് ഓണടിച്ച് വിളിക്കാൻ. വരണുണ്ട്. എല്ലാരും കൂടെ കയറി മീരയ്ക്ക് വരെ കുത്തിരുന്ന വണ്ടി ഇറങ്ങാതെ ശങ്കരോട്ട് വന്നോ? ശരിയാണ്. ഇറങ്ങ് വേഗം. നല്ല കാര്യത്തിലല്ലേ ഇന്ന് ഞാൻ ഓടിക്കാം. ഇതുപോലെ വീസ പൈനക്ക് വാസു. ഹരോ ഹര ഹര. അമ്മിണിയെ രക്ഷിച്ചേക്കാളേറെ എനിക്ക് സന്തോഷം ഈ കള്ളക്കഴിവര് നമ്മുടെ ഭാഗത്ത് ചേർന്നതാ. കൊച്ചു കള്ള. ഈ പരാതിയും വെച്ച് ഞാൻ കേസ് രജിസ്റ്റർ ചെയ്താൽ സംഗതി തലതിരിയും. അമ്മിണിക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നല്ലേ പരാതി? അല്ലാതെ പിന്നെ പാതിരാത്രിക്ക് അവരെന്റെ വീട്ടിൽ കയറി വന്ന് വിരുന്നുണ്ണാനാ? തട്ടിക്കൊണ്ടുപോയില്ലെന്ന് അമ്മിണിക്കുട്ടി പറഞ്ഞാൽ താൻ വന്ന് ലോക്കപ്പിൽ കിടക്കുവോ? അങ്ങനെ ഒരു വകുപ്പുണ്ടോ? ഉണ്ട്. കോടതി പോയാ താൻ പറയുന്നതിൽ അമ്മിണിക്കുട്ടി പറയുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? തന്തയാണെങ്കിൽ പോലും അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല സാറേ. എന്നാ പിന്നെ പോകുന്നതാ നല്ലത്. ഈ കേസ് നിൽക്കില്ല. എന്നാലും അവരെ ഒന്ന് പേടിപ്പിച്ചിട്ടേ വിടാവൂ. എൻ്റെ ഒരു അപേക്ഷയാണ്. നീയും എന്നെ ചതിച്ചു അല്ലേടാ? മന്ത്രങ്ങളൊന്നും മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ? ഇനി ആരെയാണാവോ അവിടെ നിന്ന് തുള്ളിക്കാൻ പോണേ? അളിയോ, എന്നെ തോൽപ്പിച്ചു കളയാമെന്നൊരു മോഹം മനസ്സിലുണ്ടെങ്കിലേ അതങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. ദൈവം ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയാ. സാരമില്ല മോളെ, നിന്റെ കുട്ടിയുടെ അടുത്തെത്താൻ ദൈവം നിനക്ക് തരുന്ന മറ്റൊരു നല്ല വഴിയായിരിക്കും. എന്റെ മോള് സമാധാനപ്പെട. എനിക്കിനി കുട്ടിയേട്ടൻ ഒരിക്കലും കിട്ടില്ലമ്മ. കുട്ടിയേട്ടൻ എന്നെ വിട്ടു പോവും. എന്നെ എല്ലാവരും ഒറ്റക്കാക്കിട്ട് പോവും. മുരുക, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് മുരുക? കുഞ്ഞിക്കാതർ എവിടെ മുരുക? അവൻ കൊണ്ടുവരാന്ന് പറഞ്ഞ എന്റെ അമ്മണി എവിടെ മുരുക? മുരുക, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് സാർ.
தாபா வந்திருக்காரு, வண்டியில உட்காந்துருக்காரு. ஆமா, അപ്പൊ എന്റെ അമ്മണിക്കുട്ടി ഉണ്ടാവും മുരുക. നോക്കണ്ട, ഓളില്ല. ഇല്ലേ? പടച്ചോന്റെ കിതാബിൽ എഴുതിയ വായിക്കാൻ നമ്മളെ കണ്ണിന് വെളിച്ചം പോരാ. മനസ്സിലായില്ല കുഞ്ഞിക്കാതറെ. നമ്മൾ വിചാരിച്ച ഒറ്റ സംഗതി നടന്നില്ല എന്ന് മാത്രല്ല, ഒടുക്കം നമ്മൾ പോലീസ് സ്റ്റേഷനിലും ആയി. എന്താണ് ഉണ്ടായത്? ഉണ്ടായത് എന്താണെന്ന് ആവർത്തിച്ച് വിസ്തരിക്കുമ്പോൾ തന്നെ നേരം വെളുക്കും. അമ്മണിക്കുട്ടിനെ ആൺകുട്ടികൾ കൊണ്ടുപോയി ചെയ്യും. ആ ശങ്കരൻകുട്ടി മേനോൻ എന്ന് പറഞ്ഞ സാധനല്ലേ, ഒരു കടോൽ ഖജന. അങ്ങോട്ട് നമ്മൾ ഒന്നായിട്ട് വാരി മലത്തി അടിച്ചാഞ്ഞു മോനെ. ഞാൻ മരിക്കാൻ പോവാ. എന്നാ പിന്നെ ആർക്കൊരു വിഷമമില്ലല്ലോ. ഇത് കുറച്ച് നേരത്തായിരുന്നു നമുക്ക് വസൂലി ലാഭമായിരുന്നു. ഞാൻ ഇനി എന്താ ചെയ്യാ കുഞ്ഞിക്കാതറെ? ഇവിടെയാണെങ്കിൽ ആ കാളിമുത്തും ആനന്ദവല്ലിയും കൂടി എന്നെ സ്നേഹിച്ച് കൊല്ലുക. ഒരു വഴിയുണ്ട്, ഒരൊറ്റ വഴി. ആ വഴിക്ക് നീങ്ങാൻ നീ തയ്യാറാണോ? വഴി അപകടമില്ലാത്താണെങ്കിൽ തയ്യാറാ. നിന്റെ ആനന്ദവല്ലിനോട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് നീ തടിയൂരി നാട്ടിൽ പോകാൻ നോക്ക്. എന്നിട്ട് ഒച്ചപ്പാടൊന്നുമില്ലാതെ പോലീസിലൊരു പരാതി എഴുതി കൊടുക്ക്. പോലീസ് ആമ്പടിയോടുകൂടി അമ്മണിക്കുട്ടി നിന്റെ ഉള്ളം കയ്യിൽ വന്ന് ഭരതനാട്യം നടത്തിയിട്ടില്ല, അത് കാണാൻ ഞാൻ വരുന്നുണ്ട്. നീ പോ മുറുക. ആ കുറെ ദിവസമായി പണി നടന്നിട്ട് വിട് ബസ് സ്റ്റാൻഡിലേക്ക്. ഹായ് ഹായ്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കടയടച്ച് നീ ഇങ്ങ വേഗം വരണമെന്ന് ഞാൻ സാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. ஏன் தெரியுமா, இப்ப ഇവിടെ நம்ம 2 பேரும் மாத்திரம்தான் இருக்கோம். அச்சனும் அம்மையும் கோயில்ல தங்கத்தேர் பார்க்க போயிருக்கு. நில்லுங்க, ஒரு விஷயம். இன்னைக்கு இங்க ஒரு குர்த்தி வந்திருந்தா, கை பாக்குற குர்த்தி. என் முகம் பார்த்தோன்னு அவ என்ன சொன்னா தெரியுமா, உன் மனசுல ஒரு ராஜகுமாரன் இருக்குன்னு. அம்மா அப்பாலாம் பக்கத்துல இருந்தாங்க. எனக்கு ஒரே வெக்கமாயிடுச்சு. ആനന്ദം, നിന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമം തോന്നൂല. എന്നാ சொல்றது நீங்க தானே, சொல்லுங்க. നിന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ അമ്മണിക്കുട്ടിയെ. ഏത് അമ്മണിക്കുട്ടി? അവളെ പറ്റി ഞാൻ എന്താ നിന്നോട് പറയുക? അതങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാവുന്നൊരു ബന്ധമല്ലല്ലോ ആനന്ദം. ആനന്ദം, നേരത്തെ പറയായിരുന്നില്ലേ ഞാനിങ്ങനെ വെറുതെ എന്റെ മനസ്സ് ശരണം ശരവണ ഭവഗുഹാചരണം ശരണം ഗുരുഗുഹാചരണം ഗുരുപരാചരണം ശരണമടിഞ്ചിട്ടേൻ കണ്ടാചരണം ഏയ്, என்ன தூக்கம் இது? விடிஞ்ச எவ்வளோ நேரம் ஆயி போச்சு. ഇന്നലെ രാത്രി ഉറങ്ങാൻ വൈകിയല്ലേ? உங்க മനസ്സ് കഷ്ടമാ இருந்திருக்கும், எனக்கு தெரியும். പെട്ടെന്ന് അത് കേട്ടപ്പോ நான் என்னென்னமோ சொல்லிட்டேன். എന്നെ മன்னிச்சிடுங்க. ഞാനല്ലേ നിന്നെ വേദനിപ്പിച്ചത്? ഏയ്, അപ്പ അങ്ങനെ തോന്നിയെന്നേ ഉള്ളൂ. യോസിച്ചു പാത്താ ഞാൻ താ ഒരു പൈത്യം. ഈ വീടും പഴനിമല അല്ലാതെ വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. വിവരം പുരിയാമേ എന്തൊക്കെയാ ഞാൻ കാണിച്ചു കൂട്ടിയത്? വന്നു കയറിയപ്പോ തന്നെ ഞാനെല്ലാം പറയേണ്ടതായിരുന്നു. അതൊന്നും പറവാല്ലെങ്കിൽ നാമ 2 പേരും പഴകി கொஞ்ச நாள் தான் ஆச்சு. அதுக்குள்ள நீங்க என்னை விட்டுட்டு போயிடுவீங்களோன்னு எனக்கு எவ்வளோ வேதனையா இருக்கு. இவ்வளோ காலமா உங்களையும் மனசில் நினைச்சிட்டு இருக்கிற அம்மணிக்குட்டிக்கு എത്ര വിഷമം ഉണ്ടാവും. ആ കുട്ടിയെ ഇനി ഇങ്ങനെ വിഷമിപ്പിക്കരുത്. നിങ്ങൾ സീക്കിരം ഊருக்கு പോയി എന്താ പൊണ്ണെ കൂട്ടിയിട്ട് വാങ്ങ, ഇവിടെ താമസിക്കാം. പിന്നെ അപ്പ അമ്മ കിട്ടല്ല ഇപ്പോൾ ഒന്നും ചൊല്ല വേണ്ട. നിങ്ങൾ നാട്ടിൽ പോയതിന് ശേഷം ഞാൻ എല്ലാം ചൊല്ലിക്കറേ. പെട്ടെന്നത് കേട്ടാ
എന്നെ പോലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ആ പിന്നെ വേഗം കുളിച്ച് റെഡി ആവണം. അമ്മ ദോശ ഉണ്ടാക്കുന്നുണ്ട്. அப்புறம் உங்களுக்காக ஸ்பெஷலா சக்கரை பொங்கல் பண்ணிருக்கேன். சீக்கிரம் வரணும். അമ്മിണി, അമ്മിണി, മോളെ വാതിൽ തുറക്കും. മോളെ, മോളെ വാതിൽ തുറക്കാൻ. അമ്മിണിക്കുട്ടിക്ക് അതാ അടച്ചകത്തിരുന്ന് എന്ത് ചെയ്യാണ് എന്റെ ഈശ്വര? വിളിച്ചിട്ട് മിണ്ടുന്നില്ല. അവളെ ഉപദ്രവിക്കേണ്ട നങ്ങേലി, അവൾ അകത്ത് സുഖമായിട്ടിരുന്നോട്ടെ. ഇത് അങ്ങനെയൊന്നും അല്ല. എന്റെ മോൾ എന്തെങ്കിലും ചെയ്യും. എനിക്ക് പേടിയാകുന്നു. അമ്മിണി, മോളെ അമ്മിണി. നീ അങ്ങോട്ട് മാറിക്ക. അമ്മിണി, അമ്മിണി. എന്റെ അമ്മേ. മോളെ, എന്റെ പൊന്നു മോളെ, നിനക്കാരായി ബുദ്ധി പറഞ്ഞു തന്നത്? ഒരു സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ എന്റെ മോളിപ്പം ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ആളായി പോയല്ലോ നിങ്ങള്. എന്റെ മോളെ കുരുതി കൊടുത്തിട്ട് നിങ്ങൾ ആരുടെ മുൻപിലാ ജയിക്കാൻ പോകുന്നത്? അങ്ങേലി, ശങ്കരൻകുട്ടി മേനോൻ ഇപ്പോഴും ജയിച്ച് തന്നെ നിൽക്കുന്നത്. നിന്റെ പുന്നാര മോൾക്ക് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എടേ, ഈ വീടിന്റെ ഉത്തരത്തില് ഒരു കാലത്തൊരു ശവം ആടി കളിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ എന്തിനാ തൂങ്ങിയെന്നറിയോ? ഇല്ലെങ്കിൽ കേട്ടോ, നിന്റെ മുത്തശ്ശിയില്ലേ, ആ തള്ള കാരണം സർവ്വവും നശിച്ച് കടം വന്നാ എന്റെ അച്ഛൻ തൂങ്ങിയത്. അതിനുശേഷം ഞാൻ കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയതാ ഈ കാണുന്നതൊക്കെ. അതിനകത്ത് അതേ തള്ളയുടെ ഒരു വിത്ത് കാരണം നീയും തൂങ്ങാൻ പോവാ. എനിക്കൊന്നും അറിയില്ല അച്ഛ. പക്ഷെ കുട്ടിയുണ്ടില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ലേ? ഇല്ല. നിന്റെ കുട്ടിയേട്ടൻ പഴനിയിലെ ആരാണെന്നാ പറഞ്ഞേ? കുട്ടിയേട്ടൻ അവിടെ ലെതർ ഫാക്ടറിയിൽ ഹെഡ് ക്ലീനിങ് സെക്ഷന്റെ സൂപ്പർവൈസർ ആണെന്ന് പറഞ്ഞു. ശരി, സൂപ്പർവൈസർ സൂപ്പർവൈസർ. നമുക്ക് അവനെ കാണാം. നല്ലോണം പ്രാർത്ഥിച്ചോ, പഠിച്ചവനൊക്കെ ഒന്ന് നിലയിക്കോട്ടെ. ഇനി അങ്ങോട്ട് വാ. ഇതാ നിനക്ക് നാട്ടിലേക്കുള്ള ടിക്കറ്റാ. നാളെ സന്ധ്യക്കാണ് ബസ്. നീ മെല്ലെ വിട്ടോ. നീ അമ്മണിക്കുട്ടിയെ കൂട്ടി വരുമ്പോഴേക്ക് നിനക്ക് നല്ലൊരു തൊഴിലല്ലേ, അത് ഞാൻ ഏറ്റു. പിന്നെ ഞാൻ പോണ്. നിന്റെ പണി കൊടുക്കണ്ടല്ലോ. നടന്ന പണി ഒന്നും ശരിയായില്ല. 2 പേര് അടിച്ച് 2ഉം കാര്യം. வாங்கோ சார், வாங்கோ. இங்க உட்காருங்கோ. ஐயன் உள்ள இருக்கு, நான் கூப்பிடுறேன். யாரோ வெளியூர்காருங்க ஷேவ் பண்றதுக்காக வந்திருக்கு. ஆமா, நீ நாளை நாட்டி போகணும்னு ஆனந்தம் சொல்லியாச்சு. என்ன விஷயம்? അത് ഞാൻ പിന്നെ പറയാം. ஓ எஸ். ഉള്ള ബെഞ്ചിലേക്ക് അങ്ങ് ഉட்காரல. വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അങ്ങേലി, ഇങ്ങോട്ട് വരിക. പോങ്കോ. ഇവൻ എന്നോട് മരുമകൻ, എൻ മകൾ ആനന്ദവല്ലിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ. വിലയിതാ, ഞാനിപ്പോ വർறேன். മോനെ, നീ ഇവിടെ? പറഞ്ഞില്ലേ അയാളുടെ മകൾ ആനന്ദവല്ലിയെ കല്യാണം കഴിക്കാൻ പോകുന്നവനാണെന്ന്. ഇവനിവിടെ എന്താ പണിന്ന് നീ പറഞ്ഞത്? ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ അല്ലേ?
നിന്റെ അഡ്രസ് അന്വേഷിച്ച് നടക്കുന്നതിനിടയില് ഒന്ന് ഷേവ് ചെയ്യാൻ തോന്നിയത് ഈശ്വരന്റെ കാരുണ്യം കൊണ്ടാ. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവൻ നിന്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അത് ഇവളെ കാണിക്കാതിരിക്കാനെങ്കിലും ഞാനിവിടെ കയറാതിരുന്നാനെ. എന്റെ മോള് ഉത്തരത്തിൽ തൂങ്ങി മരിക്കാൻ പോയി. എന്തിനാണെന്നറിയാ? ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ കുട്ടിയേട്ടനെ അവൾക്ക് കല്യാണം നിശ്ചയിക്കാത്തതിന്. ഏതായാലും നീ അനുസരണയുള്ളവനാ. അന്ന് നിന്നോട് ഞാൻ ചെരക്കാൻ പറഞ്ഞു, നീ അത് തന്നെ ചെയ്തു. നിന്റെ മുന്നിൽ എന്നെ കൊണ്ടുവന്ന് ഇരുത്തിയതും നിന്റെ ഒരു യോഗാണെന്ന് കൂട്ടിയാ മതി. ജോലി തുടങ്ങും. തുടങ്ങടാ. കളരിക്കൽ ശങ്കരൻകുട്ടി മേനോന്റെ താടി പഠിക്കാൻ കിട്ടുന്നത് പോലും ഒരു സുഹൃത.